ഹലോ, LGSന്റെ ഹോട്ട് ടോപ്പിക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പാർട്ട് 4 വീഡിയോ ആണ്. മുമ്പ് ചെയ്തിട്ടുള്ള 3 പാർട്ട് വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ പ്ലേലിസ്റ്റ് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം നമ്മൾ ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ എന്ന ഒരു സീരീസ് കൂടെ പോകുന്നുണ്ട്. അതിൻ്റെയും പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ പ്രധാന നദീതട പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദാമോദർ വാലി നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ്. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, ചമ്പൽ വാലി ചമ്പൽ, കോസി നദി, നാഗാർജുന സാഗർ കൃഷ്ണ നദി, റിഹാന്ത് നദി. ഇപ്പോൾ പല നദീതട പദ്ധതികളും അതിൻ്റെ പേരിൽ തന്നെ ഏത് നദിയാണെന്നുള്ളത് പലതിൻ്റെയും കിട്ടും. ദാമോദർ വാലി ദാമോദർ, ബക്രാനങ്കൽ നമുക്ക് കിട്ടില്ല, പക്ഷെ അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബക്രാനങ്കലും ഹിരാക്കുഡും ചോദിച്ചിട്ടുണ്ട്. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, ചമ്പൽ വാലി, കോസി, റിഹാന്ത് ഇതൊക്കെ നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. നാഗാർജുന സാഗർ കൃഷ്ണയാണ്. അർജുനൻ കൃഷ്ണൻ, ആ ഒരു കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ അതും കിട്ടും. അപ്പോൾ ഇത് ടഫായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടേ ഉള്ളൂ. ദാമോദർ വാലി ദാമോദർ നദി, ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, ചമ്പൽ വാലി ചമ്പൽ, കോസി, നാഗാർജുന സാഗർ കൃഷ്ണ, റിഹാന്ത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ദേശീയ ജലപാതകൾ, നാഷണൽ വാട്ടർ വേസ്. പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ദേശീയ ജലപാത NW1 ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. അത് ബന്ധിപ്പിക്കുന്നത് അലഹബാദ്, ഹാൽഡിയ എന്നീ സ്ഥലങ്ങളെയാണ്. അലഹബാദ്, ഹാൽഡിയ ഇത് ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 1, NW1 നാഷണൽ വാട്ടർവേ 1. അതിൻ്റെ നീളം 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ 1ൻ്റെ നീളം. ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദിയാണ്. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് പരിഗണിക്കുന്ന ഒരു നദി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. അപ്പോൾ വാട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ 1 ആയിട്ട്, അതായത് ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലാണ്. അലഹബാദ്, ഹാൽഡിയ ബന്ധിപ്പിക്കുന്നു. 1620 കിലോമീറ്റർ. ഞാൻ അതിൻ്റെ നീളമൊന്നും എക്സാക്റ്റ് ചോദിച്ച് കണ്ടിട്ടില്ല LGS ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും. അപ്പോൾ ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. രണ്ടാമത് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് നാഷണൽ വാട്ടർവേ 2. സദിയ, ധൂബ്രി എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. സദിയ, ധൂബ്രി ഈ 2 സ്ഥലങ്ങളെയാണ് NW2 ബന്ധിപ്പിക്കുന്നത്. 891 കിലോമീറ്റർ ആണ്. 3 ദേശീയ ജലപാത 3 ഇതാണ് കേരളത്തിലുള്ളത്. കേരളത്തിലുള്ള നാഷണൽ വാട്ടർവേ, കേരളത്തിലുള്ള ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചാൽ 3 ആണ്. ദേശീയ ജലപാത 3 ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളിലാണ് ദേശീയ ജലപാത 3 സ്ഥിതി ചെയ്യുന്നത്. ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. നാഷണൽ വാട്ടർവേ 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. 365 കിലോമീറ്റർ ആണ് നീളം. അപ്പം ദേശീയ ജലപാത 3 കേരളത്തിലുള്ളതാണ്. ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്നു. 365 കിലോമീറ്റർ ആണ് നീളം. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളിലാണ് NW4 സ്ഥിതി ചെയ്യുന്നത്. കാക്കിനഡ, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. 1078 കിലോമീറ്റർ നീളമാണ്. ദേശീയ ജലപാത 5 ബ്രാഹ്മണി മഹാനദിയിലാണ് ദേശീയ ജലപാത 5 ഉള്ളത്. തൽച്ചാർ, ധാമ്ര ഈ 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 5. 623 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 5 ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നീളമുള്ളത് ദേശീയ ജലപാത 1 ആണ്. 1620 കിലോമീറ്റർ. സെക്കൻഡ് ദേശീയ ജലപാത 4. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് ദേശീയ ജലപാത 3 ആണ്. നമ്മുടെ കേരളത്തിലുള്ളത് 365 കിലോമീറ്റർ മാത്രമേ നീളമുള്ളൂ.
വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. അപ്പോൾ ഏറ്റവും നീളമുള്ള നാഷണൽ വാട്ടർവേയും ഏറ്റവും നീളമില്ലാത്ത അഥവാ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ വാട്ടർവേയും ഏതാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ സ്ഥാപിച്ചതാണ് എന്നുള്ളതും നോക്കാം. ഇത് പലതരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു രാജ്യം തന്നിട്ട് ആ രാജ്യത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്കുശാല ഏത്, അങ്ങനെയും ചോദിക്കാം. ഒരു ഇരുമ്പുരുക്കുശാലയുടെ പേര് തന്നിട്ട് അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ, അങ്ങനെയും ചോദിക്കാം. രണ്ട് തരത്തിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ്, റഷ്യ. അടുത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ. അടുത്തത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാൾ, ബ്രിട്ടന്റെ സഹായത്തോടെ. അപ്പൊ ഈ ഒരു വർഷങ്ങൾ അത്രയ്ക്കാണ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും വർഷം നോക്കാനൊന്നുമില്ല. ഇത് മൂന്നും 1959 ആണ്. അപ്പൊ ഈ സ്റ്റീൽ പ്ലാന്റുകളും പിന്നെ അതിന് സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളും ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. റോജ് റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ROG റോജ്, റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അതുപോലെ RBC ബ്ലഡിലെ പറയുമല്ലോ, RBC അത് റഷ്യ, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ്, RBC. RCB എന്നും ഓർക്കാം, RCB. അടുത്തത് BBD ബ്രിട്ടൻ, ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്നുള്ളതിൻ്റെ ബംഗാൾ, D ദുർഗാപൂർ, അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു രാജ്യങ്ങൾ അതെന്തായാലും ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. ടിസ്കോ ജാർഖണ്ഡ്, ബൊക്കാറോ ജാർഖണ്ഡ്, IISCO പശ്ചിമ ബംഗാൾ, വിശ്വേശ്വരയ്യ കർണാടക, വിജയനഗർ കർണാടക, ഭിലായ് ഛത്തീസ്ഗഡ്, ടാറ്റ കലിംഗനഗർ ഒഡീഷ, ദൈത്രി പാരാദീപ് ഒഡീഷ, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, സേലം തമിഴ്നാട്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ധോൽവി മഹാരാഷ്ട്ര. ഇത് സ്ഥലങ്ങള് സംസ്ഥാനങ്ങളൊന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ ഒരു ഇരുമ്പുരുക്കുശാലയുടെ പേര് തന്നിട്ട് ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാം. മുമ്പ് അങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ട്, അങ്ങനെ ചോദിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ജീവശാസ്ത്രത്തിലെ ഒരു ടോപ്പിക് നോക്കാം. ടെസ്റ്റുകളും രോഗവും. ഒരു ടെസ്റ്റ് ഏത് രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മെൻഡോക്സ് ടെസ്റ്റ് ക്ഷയമാണ്, ക്ഷയരോഗം അതിൻ്റെയാണ് മെൻഡോക്സ് ടെസ്റ്റ്. ടൈൻ ടെസ്റ്റ് ക്ഷയമാണ്. TST ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റും ക്ഷയമാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നതിന് ക്ഷയമാണല്ലോ. അപ്പോൾ മെൻഡോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, TST ഇത് മൂന്നും ക്ഷയരോഗത്തിൻ്റെയാണ്. PCR ടെസ്റ്റ് എയ്ഡ്സ് ആണ്. PCR ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് ഇത് മൂന്നും എയ്ഡ്സിൻ്റെയാണ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് ഇത് രണ്ടും സിഫിലിസ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ്, ലെപ്രമിൻ ടെസ്റ്റ് ഇത് രണ്ടും കുഷ്ഠം. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയകള ക്യാൻസർ. മാമോഗ്രഫി ടെസ്റ്റ് സ്തനാർബുദം. റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ്. ഇതിൽ ഇനിയുണ്ട് കേട്ടോ, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. കേരളത്തിലെ പ്രധാന ചുരങ്ങളൊന്ന് നോക്കാം. പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അത് ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ്. പാലക്കാടും അതായത് കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം. ആര്യങ്കാവ് ചുരം പുനലൂര്, ചെങ്കോട്ട എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം. പെരിയ ചുരം മാനന്തവാടി, മൈസൂർ ഇത് പെരിയ ചുരം. പേരമ്പാടി കണ്ണൂരിനെയും കൂർഗ് കർണാടകയിലെ കൂർഗിനെയും ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുരൈ ഇടുക്കിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്നതാണ് ബോഡിനായ്ക്കന്നൂർ ചുരം. ആരുവാമൊഴി ആരംപോളി എന്നും പറയാറുണ്ട്. ആ ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്നു.
അപ്പോൾ ഈ പുനലൂർ ചെങ്കോട്ട ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പെരിയ ചുരം പേരമ്പാടം, ഇതിൽ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ ഒന്ന് നോക്കാം. കേരളത്തിലാകെ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. അത് ഓരോന്നും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നെയ്യാർ തിരുവനന്തപുരം, പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ചെന്തുരുണി കൊല്ലം. പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല ഇത് 4ഉം ഇടുക്കി ജില്ലയിലാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. പീച്ചി വാഴാനി തൃശൂർ ജില്ലയിലാണ്. ചിമ്മിനി തൃശൂർ ജില്ലയിലാണ്. പറമ്പിക്കുളം, ചൂലന്നൂര് ഇത് രണ്ടും പാലക്കാട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ്. ആറളം കൊട്ടിയൂരും കണ്ണൂർ ജില്ലയിലാണ്. കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിലുള്ളത്. അപ്പോൾ ഓരോന്നും ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇതിൽ പലതിനും പല വിശേഷണങ്ങളുണ്ട്. ചെന്തുരുണി എന്ന് പറയുന്നത് ഒരു മരമാണ്. അപ്പോൾ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണിയാണ്, കൊല്ലം ജില്ല. പിന്നെ പറയുന്നത് മംഗളവനം എന്ന് പറയുന്നത് കൊച്ചിയുടെ ശ്വാസകോശം അല്ലെങ്കിൽ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ് സംരക്ഷിത ജീവികളെ കുറിച്ച്. ഇപ്പോൾ ദേശീയോദ്യാനങ്ങളാണെങ്കിലും വന്യജീവി സങ്കേതങ്ങളാണെങ്കിലും അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഇനം ജീവികളുണ്ട്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്, അതായത് ദേശീയോദ്യാനമാണ്. അവിടെ സംരക്ഷിക്കുന്നത് സിംഹവാലൻ കുരങ്ങുകളെയാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആനയാണ് സംരക്ഷിത ജീവി. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയുമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത ജീവികൾ. ചൂളന്നൂർ അല്ലെങ്കിൽ ചൂലന്നൂർ വന്യജീവി സങ്കേതത്തിലെ മയിലാണ് സംരക്ഷിത ജീവി. പെരിയാറ് അതുപോലെ പറമ്പിക്കുളം ഇതൊക്കെ ടൈഗർ റിസർവുകളാണ്, അതായത് കടുവയാണ് അവിടുത്തെ സംരക്ഷിത ജീവി. കക്കയം, റീഡ് തവളകൾ. ഇനി ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകളെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ തമിഴാണ്. 2004 തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. രണ്ടാമത് സംസ്കൃതം, മൂന്നാമത് കന്നഡ, നാലാമത് തെലുങ്ക്, അഞ്ചാമതാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. അഞ്ചാമതായിട്ടാണ് 2013 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ആറാമതായിട്ട് ലഭിച്ചത് ഒഡിയ ഭാഷയാണ് 2014. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് പാർട്ട് 4 വീഡിയോ ആണ്. ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നില്ല എങ്കിലോ നമുക്കിതുപോലെ ഓരോ ടോപ്പിക്കും മിക്സ് ചെയ്തിട്ട് പോവാം. അങ്ങനെയാകുമ്പോൾ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു എന്നുള്ള ആ ഒരു ആശ്വാസം നമുക്കുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഞാൻ സിലബസ് നോക്കിയിട്ട് തന്നെയാണ് ഇതിലെ ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു പോകും, ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. മിക്സ് ചെയ്തിട്ട് ടോപ്പിക്സ് എടുക്കുമ്പോൾ ഏതെങ്കിലും പാർട്ട് മിസ്സാവോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. അങ്ങനെ ഒരിക്കലും വരില്ല, ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഒരു രീതിയിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാർക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കുക, മാത്സും നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്